ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ എണീച്ച് ഇന്നത്തെ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ എണീച്ച് വൃത്തിയാക്കലൊക്കെ തുടങ്ങി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. ഫ്രീ ആയിരുന്നൊരു ദിവസം ഇത് തന്നെയാണ്. എന്നും വിചാരിക്കും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന്. പക്ഷേ സമയം കിട്ടാറില്ല. കോളേജ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് നേരെ കട്ടിലോട്ട് പോകാൻ മാത്രമേ സമയം കാണത്തുള്ളൂ. ഈ സാധനമെല്ലാം വലിച്ചേരി ഇട്ടേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം റൂം ഇന്ന് ഡീപ്പ് ക്ലീനിങ് കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി കൊടുത്താൽ അക്കന്മാർ ഒന്നെല്ലാം ക്ലീൻ ചെയ്യത്തുള്ളൂ. അതിന് നമ്മുടെ സാധനങ്ങളെല്ലാം വാരിപ്പറക്കി പുറത്ത് കൊണ്ടുവെക്കണം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ബെഡെല്ലാം ഞാൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ബെഡൊന്നും ക്ലീൻ ചെയ്ത് മെത്തയൊക്കെ എടുത്ത് പുറത്ത് വെക്കണം. മെത്ത സാധനമൊക്കെ എടുത്ത് അടുക്കി വെച്ചിട്ട് പെട്ടിയൊക്കെ എടുത്ത് മാറ്റണം. പിന്നെ കുറേ സാധനങ്ങളെല്ലാം മിസ് ആയിട്ട് ഇട്ടേക്കൊണ്ട് എല്ലാം അടുക്കി ഒതുക്കി നമ്മൾ മാറ്റി കൊടുക്കണം. പിന്നെ റൂമിലെ എല്ലാ സാധനങ്ങളും മാറ്റി കൊടുത്താലേ അവർ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തുള്ളൂ. റൂമാണെങ്കിൽ ഡീപ്പ് ക്ലീൻ കൊടുത്തിട്ട് ഏകദേശം കുറേ നാളായിട്ടുണ്ട്. അത് കാരണം തന്നെ പൊടിയൊക്കെ വന്നു തുടങ്ങി. അലർജി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കാണ് തുമ്മലും തുടങ്ങിയിട്ടുണ്ട്. രാവിലെ വൃത്തിയാക്കലായതുകൊണ്ട് നമ്മൾ ഔട്ടിങ്ങിനൊന്നും പോയില്ല കേട്ടോ. അപ്പം നമ്മളെല്ലാം വൃത്തിയാക്കലും എല്ലാം ഒതുക്കിപ്പറക്കലും ആയിരുന്നു. പക്ഷേ ഇത് അത്ര ഈസിയുള്ള പരിപാടിയല്ല. എല്ലാം ഒതുക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡഡിങ് കേസാണ്. പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ സമയം പോകുന്ന അറിയത്തില്ല. അങ്ങനെ മെത്തയൊക്കെ മാറ്റി അതിൻ്റെ പുറകെ ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പുറത്തോട്ട് അങ്ങനെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ട് പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു. ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ കയറാൻ പറ്റും. അങ്ങനെ അക്കന്മാരം ക്ലീൻ ചെയ്ത് തന്ന റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ സമയം ഉച്ചയായിരുന്നു. നല്ല വിശപ്പുണ്ട്. കാരണം ഇത്രയും പണിയെടുത്തല്ലേ. അപ്പോൾ നേരെ വിട്ടു ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് ഒരു ബിരിയാണിയും കഴിച്ചു, ഒരു ഐസ്ക്രീം കഴിച്ച് നമ്മൾ നേരെ തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലേക്ക്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും വന്ന് കട്ടിലേക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് തിരിച്ച് വെച്ച് ഇനി ഒന്ന് സ്ലീപ്പ് ചെയ്യണം. കാരണം ഇത്രയും പണിയെടുത്തല്ലേ.